അലീനയെ കാണുവാൻ വേണ്ടി ബാലചന്ദ്ര മേനോൻ കുളത്തുപുഴയിലേക്ക് എത്തി. ബാലചന്ദ്ര മേനോന്റെ സന്ദർശനം അലീനയ്ക്ക് വലിയ സന്തോഷമുളവാക്കി. എന്നാൽ സ്റ്റാൻലിക്ക് അയാളുടെ വരവ് ഒട്ടും തന്നെ പിടിച്ചിരുന്നില്ല. അയാളുടെ ശരീരഭാഷയിൽ കൂടി ആ നീരസം പലതവണ വ്യക്തമാക്കുവാൻ സ്റ്റാൻലി ശ്രമിച്ചുകൊണ്ടായിരുന്നു. ഒടുവിൽ ഊണിന് ശേഷം ബാലചന്ദ്ര മേനോനെയും കൂട്ടിക്കൊണ്ട് ഇരിപ്പുമുറിയിലേക്ക് പോയ സ്റ്റാൻലി യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ ഉള്ളിലിരിപ്പ് തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അലീനയ്ക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കല്യാണാലോചനയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പെൺകുട്ടിയുടെ അമ്മയുടെ വീട്ടുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറുക്കൻ്റെ ആൾക്കാർ അന്വേഷണം ആരംഭിക്കും. അവരുടെ മുൻപിൽ ഒരിക്കലും സത്യങ്ങൾ മറച്ചുവെച്ച് ഒരു ചതിപ്രയോഗം നടത്തുവാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും അവളുടെ അമ്മയെക്കുറിച്ചും അമ്മ വീട്ടുകാരെക്കുറിച്ചും അവളുടെ ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും മുൻപിൽ വെളിപ്പെടുത്തുവാൻ എനിക്ക് താല്പര്യമില്ല. കൂടുതൽ എന്തെങ്കിലും അവർ ചോദിച്ചാൽ അവളുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അവരുടെ ബന്ധുക്കൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. സ്റ്റാൻലി ജോസഫിന്റെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ ബാലചന്ദ്ര മേനോൻ അപകടം മണത്തു തുടങ്ങി. ഉടനെ അയാൾ ചോദിക്കുകയാണ്, ചുരുക്കി പറഞ്ഞാൽ അലീനയുമായിട്ടുള്ള ബന്ധങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കണം, ഇനി അവളെ ഞങ്ങൾ കാണാൻ വരാൻ പാടില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങനെ ഒരു സന്ദർശനം കൊണ്ട് അലീനയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സ്റ്റാൻലി വീണ്ടും തുറന്നടിച്ചു. ഉടനെ ബാലചന്ദ്ര മേനോൻ ചോദിക്കുന്നുണ്ട്, അലീനയുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കുവാൻ പോകുന്നത്? അതിന് സ്റ്റാൻലിയുടെ മറുപടി, അവളുടെ ഇഷ്ടം കൂടി ഞാൻ നോക്കും, പക്ഷേ അവൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്നൊരപ്പനല്ല ഞാൻ. ഉടനെ ബാലചന്ദ്ര മേനോൻ വീണ്ടും പറയുകയാണ്, മനുശങ്കർ എന്ന ചെറുപ്പക്കാരനും അലീനയും തമ്മിൽ സ്നേഹത്തിലാണ് എന്ന് താങ്കൾക്കറിയാമോ? അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്, അതൊക്കെ ഉണ്ടാവാം. പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ പരസ്പരം ആകർഷകരാകാറുണ്ട്. അതങ്ങനെ തന്നെ വേണം, അതാണ് പ്രകൃതി നിയമം. പക്ഷേ പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇത് പറഞ്ഞിട്ട് പാലാ കൊല്ലപ്പള്ളിയിൽ കൈതക്കൽ മാളിക വീട്ടിൽ കുടുംബവുമായി യാതൊരുവിധ ബന്ധുതയ്ക്കും ഞാൻ തയ്യാറല്ല എന്ന് സ്റ്റാൻലി തുറന്നടിച്ചു. സ്റ്റാൻലിയും ബാലചന്ദ്ര മേനോനും തമ്മിൽ അലീനയെ ചൊല്ലി തർക്കം ആരംഭിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ നിങ്ങളുടെ മാത്രം മകളല്ല, എൻ്റെ ഭാര്യയുടെ മകൾ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പറ്റില്ല. ഈ സംവാദം അവിടെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അലീന പെട്ടെന്ന് അവിടേക്ക് കയറി വരുന്നുണ്ട്. തുടർന്ന് അവൾ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നെ അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, മോളെ, നീയാണ് തീരുമാനമെടുക്കേണ്ടവൾ. നീ പ്രായപൂർത്തി വന്നവളാണ്, അറിവും പക്വതയും ഉള്ളവളാണ്. അതുകൊണ്ട് തന്നെ നീ ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം അത് നിനക്കാണുള്ളത്. മനുവിനെ നിനക്ക് വേണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് തുറന്നു പറയണം. ഒരിക്കലും അവനെ നീ കുരങ്ങ് കളിപ്പിക്കരുത്. നീ അവനെ കൈവിട്ട് എന്ന് വെച്ച് അവൻ ആത്മഹത്യ ചെയ്തു കളയും എന്നൊന്നും പേടിക്കണ്ട. കുറച്ച് വിഷമിച്ചേക്കും, പക്ഷെ സാരമില്ല. നിന്റെ തീരുമാനം നിനക്ക് ധൈര്യമായി പറയാം. അലീന എന്താണ് മറുപടി പറയുവാൻ പോകുന്നത് എന്ന് കേൾക്കുവാൻ വേണ്ടി ബാലചന്ദ്ര മേനോന്റെയും സ്റ്റാൻലിയുടെയും നോട്ടം അവളുടെ മേൽ തന്നെയായി. അലീനയാകട്ടെ നിസ്സഹായതയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വരെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്. തുടർന്ന് പറയുവാൻ പോകുന്നത് അലീനയുടെ മറുപടിയും അതിനോടുള്ള ബാലചന്ദ്രന്റെയും സ്റ്റാൻലിയുടെയും പ്രതികരണങ്ങളും അതേ തുടർന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ്. അതിനു മുൻപായി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പും ചെയ്യണം. എല്ലാറ്റിലും ഉപരിയായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും വേണം. വീഡിയോയിലേക്ക് പോകാം. അലീന ബാലചന്ദ്ര മേനോന്റെയും സ്റ്റാൻലി ജോസഫിന്റെയും മധ്യത്തിലുള്ള ഒരു കസേരയിലിരുന്നു. രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ വിവാഹകാര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകാൻ കാരണമായി മാറിയത് അല്ലേ? അതിന് സ്റ്റാൻലി, ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ. അതെനിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണക്കാര്യം ഓർത്ത് പപ്പയും വിഷമിക്കണ്ട, അച്ഛനും വിഷമിക്കണ്ട. ആരെയും കല്യാണം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അതെനിക്കുണ്ടല്ലോ. ഞാനൊരു തീരുമാനത്തിലെത്തിക്കൊള്ളാം. സ്റ്റാൻലിയുടെയും ബാലചന്ദ്ര മേനോന്റെയും മുഖം പെട്ടെന്ന് വാടി. രണ്ടുപേരും അങ്ങനെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് ബാലചന്ദ്ര മേനോൻ പറയുകയാണ്, ആ ഒരു തീരുമാനം ശരിയല്ലല്ലോ മോളെ. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. അച്ഛനും പപ്പയും കൂടി ചേർന്ന് ആലോചിച്ച് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ രണ്ടുപേരും ഏകസ്വരത്തിൽ പറഞ്ഞാൽ ഞാനതനുസരിച്ചോളാം. സ്റ്റാൻലിയും ബാലചന്ദ്ര മേനോനും ഒരു മറുപടി പറയുവാനില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, അല്ല, ഞങ്ങളെ രണ്ടുപേരെയും നീ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. ഈ അച്ഛനെയാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ അച്ഛ എന്ന് വിളിച്ചത്. ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് ആദ്യമായിട്ട് തന്നതും ഈ അച്ഛനാണ്. അതുമാത്രവുമല്ല, അച്ഛനല്ലേ എൻ്റെ പപ്പയെ കണ്ടുപിടിച്ചതും എന്നെ ഇവിടെ എത്തിച്ചതും. അത്രയൊന്നും ഹൃദയവിശാലത ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. അലീനയുടെ ആ വാക്കുകൾ സ്റ്റാൻലിക്ക് വല്ലാത്ത ക്ഷീണമായി തോന്നി. തൻ്റെ മകൾക്ക് ബാലചന്ദ്ര മേനോനോടാണ് കൂറും സ്നേഹവും കൂടുതൽ. അയാളാണ് തന്നേക്കാൾ മുൻപിൽ. ഇപ്പോൾ അവളുടെ മനസ്സിൽ 2ാം സ്ഥാനമാണ് തനിക്കുള്ളത്. അലീന വീണ്ടും സംസാരിക്കുകയാണ്.
അച്ഛനെ കണ്ടെത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പപ്പയെ തിരിച്ചറിഞ്ഞത്. ഞാനിവിടെ വരുന്നതിന് മുൻപ് പപ്പയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി പപ്പ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. അതെല്ലാം എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് തന്നെയാണ്. പപ്പയുടെ സ്വന്തം മോളല്ലേ ഞാൻ. എൻ്റെ മനസ്സിൽ പപ്പയ്ക്കുള്ള സ്ഥാനം കൈവശപ്പെടുത്തുവാൻ ഈ ലോകത്ത് ഇനി ഒരാൾക്കും പറ്റില്ല. അത്രയും കേട്ടതോടെ സ്റ്റാൻലിയുടെ ഇച്ഛാഭംഗവും പരിഭവവും മാറി. അലീന അച്ഛനെയും പപ്പയെയും മാറി മാറി നോക്കി. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണെങ്കിൽ മനുവേട്ടനെ കല്യാണം കഴിക്കണം എന്ന് എന്നോട് പറയുവാനുള്ള അവകാശം തീർച്ചയായിട്ടും അച്ഛനുണ്ട്. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ മനുവേട്ടനെ വിവാഹം കഴിക്കരുത് എന്ന് വിലക്കുവാനുള്ള അവകാശം പപ്പയ്ക്കുമുണ്ട്. കാരണം പപ്പയാണ് എന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആർക്കും പരാതിയില്ലാതെ ഈ പ്രശ്നം തീർക്കാനുള്ള വഴി ഞാൻ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള അവകാശം അതെനിക്കുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു അഗതി മന്ദിരം തുടങ്ങുവാനുള്ള പൈസ എനിക്ക് തന്നാൽ സന്തോഷമായി. ഞങ്ങളുടെ ബ്രിജിത്ത മമ്മിക്ക് പൂർത്തിയാക്കുവാൻ കഴിയാതെ പോയ ജോലിയായിരുന്നു അത്. കുറച്ച് അനാഥ കുഞ്ഞുങ്ങളെയും നോക്കി ഇനിയുള്ള കാലം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം. അലീനയുടെ ആ വാക്കുകൾ കേട്ട് ബാലചന്ദ്രമേനോനും സ്റ്റാൻലിയും ഇനിയും ഒരു പഴുതുമില്ലാത്തതുപോലെ അല്പനേരം നിശബ്ദരായിരുന്നു. ഉടനെ വീണ്ടും അലീന ചോദിക്കുകയാണ്, ഞാൻ രംഗത്തു നിന്ന് പിന്മാറിയല്ലോ, ഇനി രണ്ടുപേരും തമ്മിലുള്ള നീരസം അത് തീർന്നില്ലേ? അതിന് സ്റ്റാൻലി, മിസ്റ്റർ മേനോനോട് എനിക്ക് നീരസമൊന്നുമില്ല. ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്. മേനോൻ അത് ഇഷ്ടപ്പെടാത്തത് എൻ്റെ കുറ്റവുമല്ല. അപ്പോൾ ബാലചന്ദ്രമേനോൻ, അലീന, സ്റ്റാൻലി പറയുന്നു പാലയിൽ നിന്ന് നിന്നെ കാണാൻ ഇവിടെ ആരും വരരുത് എന്ന്. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ധ്വനി അത് തന്നെയായിരുന്നു. അതാണോ വസ്തുത? അതൊരു നിബന്ധനയല്ലേ? നേരാണോ പപ്പ? പപ്പ അങ്ങനെ പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞത് തന്നെയാ. അവിടുന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല. ഓ, പപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് പപ്പയുടെ വീടാണല്ലോ. ഇവിടെ ആര് വരണം ആര് വരണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അത് തീർച്ചയായും പപ്പയ്ക്കുണ്ട്. ബാലചന്ദ്രമേനോൻ അത് കേട്ട് തെല്ലൊന്ന് അമ്പരന്നു. അലീന തുടരുകയാണ്, ഞാൻ കൂടെ കൂടെ പാലായിൽ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടോളാം. അച്ഛനൊന്ന് വിളിച്ചാൽ മാത്രം മതി, ഞാൻ ഓടി വരും. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചോളാം. ബാലചന്ദ്രമേനോന് ആ വാക്കുകൾ തൃപ്തിയായി. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു മത്സരം വേണ്ട പപ്പ. മത്സരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും, പക്ഷേ തോൽക്കുന്നത് ഞാനായിരിക്കും. അലീനയുടെ ആ വാക്കുകളിലെ അർത്ഥം വിശാലവും വ്യക്തവുമായിരുന്നു. സ്റ്റാൻലിയും ബാലചന്ദ്രമേനോനും വിഷണ്ണരായിരിക്കുകയാണ്. അലീനയെ ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് വലിച്ചിടേണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് തോന്നി. ഉടൻ തന്നെ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ മടങ്ങുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് തെല്ലൊരു നിരാശയുണ്ടായിരുന്നു. ഉടനെ അലീന, അച്ഛനിപ്പോൾ പോകണ്ട, ഞാൻ വിടില്ല. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞാൻ തരുന്ന ചായയും കുടിച്ചിട്ട് മാത്രം പോയാൽ മതി. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ വീണ്ടും അവിടെ ഇരുന്നു. വൈകിട്ട് 4 മണിക്ക് ചായയും കുടിച്ച് യാത്രയും പറഞ്ഞ് ബാലചന്ദ്രമേനോൻ പോകാനിറങ്ങി. കാറിനടുത്തു വരെ അലീനയും കൂടെ ചെന്നു. ബാലചന്ദ്രൻ കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ അലീന ചോദിക്കുകയാണ്, അച്ഛൻ ഇനി എന്ന് വരും? ഇങ്ങോട്ട് വരരുന്നല്ലേ ആജ്ഞാപിച്ചിരിക്കുന്നത്? പിന്നെ ഈ അച്ഛൻ ചിലപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാ, ശാഠ്യവും പിണക്കവും. അല്ല, സ്റ്റാൻലിക്ക് അതിർത്തി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? ഞാനില്ലേ അച്ഛ ഇവിടെ. അച്ഛൻ സ്റ്റാൻലിയെ കാണാനാണോ വരുന്നത്? എന്നെ കാണാനല്ലേ? എൻ്റെ മനസ്സിലല്ലേ അച്ഛന് വലിയ സ്ഥാനമുള്ളത്. അത് മായ്ച്ചു കളയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അച്ഛനൊരു അപമാനവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ബാലചന്ദ്രമേനോന്റെ ഗർവിൻ്റെയും വിദ്യാഭിമാനത്തിൻ്റെയും പ്രതിരോധം ആ വാക്കുകൾക്ക് മുമ്പിൽ തകർന്നു വീണു. ഉടനെ അയാൾ പറയുകയാണ്, ഞാൻ വരും. അലീനയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ബാലചന്ദ്രമേനോൻ വീണ്ടും കീഴടങ്ങുകയാണ്. അത് കേട്ടപ്പോൾ അലീനയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പോട്ടെ, ശരിയച്ഛാ. തുടർന്ന് ബാലചന്ദ്രമേനോൻ കാർ ഓടിച്ചു നീങ്ങുന്നതും നോക്കി അലീന അവിടെ തന്നെ നിന്നു. ബാലചന്ദ്രമേനോൻ പാലായിലെത്തിയപ്പോൾ 7:30 മണിയായി. ജ്വല്ലറി ഷോപ്പ് അടയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഗോവർദ്ധൻ. ബാലേന്ദ്രനെ കണ്ടുകൊണ്ട് ഗോവർദ്ധൻ പറയുകയാണ്, ബാലേട്ടൻ്റെ മോളും വൈഫും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. എപ്പോൾ വന്നു? ഉച്ചയ്ക്ക് മുമ്പ് വന്നതാ, വൈകിട്ടാ തിരിച്ചു പോയത്. വന്നത് എന്തിനാണെന്ന് തന്നോട് പറഞ്ഞോ? അത് പറഞ്ഞില്ല, പക്ഷെ സാറിനെ അന്വേഷിച്ചു. എന്നിട്ട് താനെന്തു പറഞ്ഞു? ഒരു യാത്ര പോയിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ കുളത്തുപുഴയ്ക്കാണ് പോയതെന്ന്? അല്ല, ബാലേട്ടൻ എന്നോടൊന്നും പറഞ്ഞിട്ടായിരുന്നില്ലല്ലോ പോയത്. അതിനു മറുപടി ഒന്നും പറയാതെ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും താക്കോലും വാങ്ങിയ ശേഷം ബാലചന്ദ്രമേനോൻ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അതും അടച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ 8:30 മണി. അകത്തളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ ബാലചന്ദ്രന് മനസ്സിലായി, രംഗം അത്ര പന്തിയല്ല. അസാധാരണമായൊരു മുറുക്കവും നിശബ്ദതയും വീടിനുള്ളിലുണ്ട്. ബബിതയാണ് വാതിൽ തുറന്നു കൊടുത്തത്. അവളുടെ മുഖം കണ്ടപ്പോൾ ആരോടോ വഴക്കിട്ടിരിക്കുകയാണ് എന്ന് തോന്നി. കൃഷ്ണജ ഹാളിലിരുന്ന് നിശബ്ദമായി പഠിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി ഊണുമേശയിൽ തലവെച്ച് കമിഴ്ന്നു കിടപ്പുണ്ട്. രോഹിത് മുകളിലാണെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. മുകളിലെ ബെഡ്റൂമിൽ കയറി ഡ്രസ്സ് മാറിയതിനു ശേഷം ബാലചന്ദ്രമേനോൻ പോയി മേൽ കഴുകി. അയാൾ ഭക്ഷണം കഴിക്കാനായി താഴെ ഇറങ്ങിയെത്തിയപ്പോൾ രോഹിത്തും മുകളിൽ നിന്നും ഇറങ്ങി വന്നു.
ഊണുമേശയിൽ യാതൊരു അനക്കവുമില്ല. എല്ലാവരും എത്തിയതോടെ വൈജയന്തി തലയുയർത്തി. ആരെയും നോക്കാതെ എഴുന്നേറ്റ് പോയി ഭക്ഷണം എടുത്തുകൊണ്ടുവന്നു. മേശപ്പുറത്ത് അതെല്ലാം നിരത്തി. എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പിയെടുത്തു. എന്നിട്ട് വൈജയന്തി വെറുതെ നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് കൃഷ്ണജ ചോദിക്കുകയാണ്, അമ്മ കഴിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ആരും ചോദിച്ചില്ല. വൈജയന്തിക്ക് തന്നോടെന്തോ ചോദിക്കാനും പറയാനുമുണ്ടെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. ഭക്ഷണം കഴിച്ച് തീരാറായപ്പോൾ വൈജയന്തി വിഷയമെടുത്തിട്ടു. ബാലേട്ടൻ ഇന്ന് പകൽ കടയിലുണ്ടായിരുന്നോ? അതിന് തമാശ മട്ടിൽ ബാലേന്ദ്രൻ പറയുക, ആ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതെന്താ, ബാലേട്ടന് തീർച്ചയില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം? കാലത്ത് 10 മണിക്ക് ഞാൻ കടയിൽ വിളിച്ചപ്പോൾ പുറത്തു പോയിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പുറത്ത് എവിടം വരെ പോകാം? ആ, കൃത്യമായിട്ടറിയില്ല. ബാലേട്ടൻ ഇന്ന് രാവിലെ കടയിലേക്കെന്ന് പറഞ്ഞു പോയിട്ട് അവിടെ ഇരുന്നത് വെറും 10 മിനിറ്റ്. വൈകിട്ട് 7 മണി വരെ തിരിച്ചെത്തിയിട്ടുമില്ല. എവിടേക്കാണ് പോകുന്നത് എന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നോട് പറയണ്ട, ഞാനാണല്ലോ നമ്പർ 1 ശത്രു. സ്വന്തം മക്കളോട് പറയരുതോ? അതും ചെയ്തില്ല. ഗോവർദ്ധന്റെ അടുത്ത് പറയാതെ എങ്ങോട്ടും പോകില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പെങ്ങളെ കെട്ടിയവന്റെ കയ്യിലാണല്ലോ മനസാക്ഷി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഗോവർദ്ധനും കാര്യം അറിയില്ലായിരുന്നു എവിടേക്കാ പോയതെന്ന്. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ആദ്യത്തെ രഹസ്യയാത്രയൊന്നുമല്ല. ഇതിനു മുൻപ് ഞാനിങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. നീലഗിരി, ഊട്ടി, കോയമ്പത്തൂർ, പാലക്കാട്, അങ്ങനെ പല സ്ഥലങ്ങളിലും. ആരോടും പറയാതെ. അതിനുശേഷമാണ് എനിക്ക് ഈ രഹസ്യയാത്രകളിലുള്ള താല്പര്യം ഇത്തിരി കൂടിക്കൂടി വന്നത്. ബാലചന്ദ്രമേനോൻ പരിഹാസധ്വനിയുള്ളൊരു ചിരിയോടുകൂടിയാണ് ഈ വാക്കുകൾ പറഞ്ഞു വെച്ചത്. അതിന് വൈജയന്തി, വിധവയുടെ ജീവിതമാണെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാനിപ്പോഴും. എനിക്കറിയണം ഇന്നത്തെ മിന്നൽ പര്യടനം എങ്ങോട്ടായിരുന്നുവെന്ന്. നീ ചോദിച്ചില്ലല്ലോ. ചോദ്യങ്ങളില്ലാതെ ഉത്തരമെഴുതുന്ന പരിപാടി അത് ഞാനങ്ങ് നിർത്തി. മുൻപ് അങ്ങനെ ഒരു സൂക്കേട് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ നീ ചോദിച്ചത് കൊണ്ട് പറയാം, ഞാൻ കുളത്തുപ്പുഴ വരെ പോയിരുന്നു. അത്രയും കേട്ടപ്പോഴേക്കും ബബിതയും രോഹിത്തും തമ്മിൽ ഒരു നോട്ടം കൈമാറി. കുളത്തുപ്പുഴ എന്താ, ജൗളിക്കടയുടെ ബ്രാഞ്ച് തുറക്കുന്നുണ്ടോ? അതോ ജ്വല്ലറിയുടെയോ? വൈജയന്തിയുടെ സംസാരത്തിൽ വല്ലാത്തൊരു അസഹിഷ്ണുത നിഴലിക്കുവാൻ തുടങ്ങി. ഏയ്, നീ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല. കുളത്തുപ്പുഴയെ നല്ല കാറ്റ് കിട്ടും. ഇവിടുത്തെ പോലെയല്ല, ഭയങ്കര സുഖമാണ് ആ കാറ്റ് കൊണ്ട് നിൽക്കുവാൻ. കൃഷ്ണജ അത് കേട്ടൊന്ന് ചിരിച്ചു. എന്താണ് ഇത്ര ഇളിക്കാൻ? അച്ഛൻ്റെ തറ ഡയലോഗ് കേട്ടിട്ടാണോ ചിരിക്കുന്നത്? ഉടനെ രോഹിത് ചോദിക്കുകയാണ് ബാലേന്ദ്രനോട്, അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അലീന ചേച്ചിയുടെ അടുത്താണ് പോയതെന്ന് പറഞ്ഞുകൂടെ? ആ, വളച്ചുകെട്ടില്ലാത്ത നേരെ ചൊവ്വെ ചോദിച്ചാൽ ആ മട്ടിൽ തന്നെ മറുപടി പറഞ്ഞേനെ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. CBI ചോദ്യം ചെയ്യുന്നത് പോലെയല്ലേ? ഉടനെ വൈജയന്തി എവിടെ നിന്നോ വരുത്തിക്കൂട്ടി ഒരു ശാന്തതയോടുകൂടി ചോദിക്കുക, എന്തിനാ അലീനെ കാണാൻ പോയത്? പൈസ കൊടുക്കാനാണോ? അതോ അവൾ സുഖമില്ലാതെ കിടക്കുകയാണോ? ആ ശാന്തത കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണ് എന്ന് അനുഭവം കൊണ്ട് ബാലചന്ദ്രന് നന്നായിട്ട് അറിയാം. അയാൾ പറയുകയാണ്, എനിക്ക് അലീനയെ ഒന്ന് കാണണമെന്ന് തോന്നി, ഞാൻ പോയി കണ്ടു. ഓ, അത് ശരി. ഇവിടെ കുറേ പെണ്ണുങ്ങൾ പലപ്പോഴായിട്ട് വീട്ടുജോലിക്ക് വന്ന് നിന്നിട്ടുണ്ട്. ഓരോരോ സമയത്ത് അവരെല്ലാം പിരിഞ്ഞു പോയിട്ടുമുണ്ട്. അവരിൽ എത്ര പേരുടെ വീട്ടിൽ പോയിട്ടുണ്ട് നിങ്ങൾ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി? വൈജയന്തിയുടെ വാക്കുകളിൽ രോഷം മെല്ലെ തിളയ്ക്കുവാൻ തുടങ്ങി. അപ്പോൾ ബാലചന്ദ്രൻ പരിഹാസ രൂപേണ പറയുകയാണ്, അയ്യേ, ഞാൻ അത്രക്കാരനൊന്നും അല്ലെന്നേ. ബാലചന്ദ്രൻ്റെ ആ മറുപടി കേട്ടപ്പോഴും കൃഷ്ണജ ചിരിച്ചു. പെട്ടെന്ന് വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, പിന്നെ അവളോട് മാത്രം എന്താ ഇത്രയ്ക്ക് മമതയെന്നാണ് എൻ്റെ ചോദ്യം. അവളും മറ്റുള്ളവരെ പോലെ തന്നെ ഇവിടുത്തെ വീട്ടുവേലക്കാരി മാത്രമായിരുന്നില്ലേ? ആഹാ, നീ എന്തിനാണ് ഇത്ര ക്ഷോഭിക്കുന്നത്? അതിനർഹതയുള്ള ഞാൻ ഇത്ര കൂളായിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ഈ മക്കളുടെ മുൻപിൽ വെച്ച് പറ. പിരിച്ചുവിട്ട വേലക്കാരിയെ 1 മാസം കഴിഞ്ഞതിന് ശേഷം പോയി സന്ദർശിക്കാൻ തക്കവണ്ണമുള്ള ബന്ധം നിങ്ങൾക്ക് എന്താണ് ആ പെണ്ണുമായിട്ട്? അതിന് ബാലചന്ദ്രൻ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ ഈ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ തുടരാൻ നിവൃത്തിയുണ്ടാവില്ല. ആ, അതാണ് ഇതിനേക്കാൾ ഭേദം. നിങ്ങൾ തുറന്നു പറഞ്ഞു. നിങ്ങളുടെ മകളാണോ അവൾ? സോറി, അല്ല. ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട്. എങ്കിലും എനിക്കവൾ എൻ്റെ മോളെ പോലെയാണ്. വേണ്ട വേണ്ട, ആ കള്ളത്തരം ബാലേട്ടൻ്റെ മനസ്സിലങ്ങ് വെച്ചിരുന്നാൽ മതി. ബാലേട്ടനെ സ്നേഹിക്കാൻ സ്വന്തം ചോരയിൽ ജനിച്ച പെൺമക്കൾ 2 പേരിവിടെയുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരെണ്ണത്തിൻ്റെ പിന്നാലെ നടന്ന് സ്നേഹിക്കേണ്ട കാര്യമൊന്നും തൽക്കാലം ഇവിടെയില്ല. ജയന്തി, പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുവാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. പിന്നെ അലീനയെ കാണാൻ പോയതിനെപ്പറ്റി എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിന്റെ അനാവശ്യ സംശയങ്ങളും ദുശാഠ്യങ്ങളും അപവാദം പറച്ചിലും നിമിത്തം മനം നൊന്ത് ഈ വീട് വിട്ടുപോയവളാണ് അലീന. ഞാനാണ് അവളെ ആ സ്ഥാനത്തെത്തിച്ചത്. അവൾ അവിടെ സുഖമായിരിക്കുന്നോ എന്ന് അന്വേഷിക്കുവാനുള്ള ധാർമ്മികമായ ബാധ്യത എനിക്കുണ്ട്. അവളെ ആശ്വസിപ്പിക്കേണ്ട കടമ എനിക്കുണ്ട്. അതിനുവേണ്ടി ഇനിയും ഞാൻ അവളെ കാണാൻ പോയെന്നിരിക്കും. ജോലി നിന്ന് പിരിഞ്ഞുപോയ വീട്ടുവേലക്കാരികളെ പുറകെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന കുടുംബനാഥന്മാർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പോയി അന്വേഷിച്ചിട്ട് എന്തായി? അവൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ? ഹോസ്പിറ്റലിലൊന്നും പോകേണ്ടി വരില്ലല്ലോ. നിർത്തടി.
ഒരലർച്ചയും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് ആഞ്ഞടിച്ച ഒച്ചയും ചാടി എഴുന്നേറ്റപ്പോൾ പിന്നോട്ട് മറിഞ്ഞ കസേര നിലത്തടിച്ച ശബ്ദവും എല്ലാം ഒന്നിച്ചായിരുന്നതിനാൽ രോഹിത് അടക്കം കുട്ടികൾ 3 പേരും ഞെട്ടിപ്പോയി. അവർ ഉൾക്കിടിലത്തോടെ നോക്കുമ്പോൾ അവരുടെ അച്ഛൻ ക്രോധനായി നിന്ന് കിതയ്ക്കുകയാണ്. അടുത്ത നിമിഷം വൈജയന്തിയും ചാടി എഴുന്നേറ്റു. അങ്ങനെ നിർത്താനൊന്നും എനിക്ക് മനസ്സില്ല. ഷൗട്ട് ചെയ്ത് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട. എന്നെ ഒരു വിധവയെ പോലെ ആ ബെഡ്റൂമിന്റെ മൂലയ്ക്ക് തള്ളിയിട്ട് അവളുടെ പിന്നാലെ പോകുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയണം. വൈജയന്തി വല്ലാതെ നിന്ന് കിതയ്ക്കുകയാണ്. അച്ഛനും മോളും പോലെയാണത്രേ. ഈ മക്കൾക്ക് അലീന ചേച്ചിയെ പോലെയാണെന്ന് ഇവരും പറയാറുണ്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കുളത്തുപുഴയ്ക്കോ കൊട്ടാരക്കരയ്ക്കോ പോകുമ്പോൾ ഇവരിലൊരാളെ കൂടെ കൊണ്ടുപോയില്ല? മക്കൾ 3 പേരും വീട്ടിലുണ്ടായിരുന്നല്ലോ ഇന്ന്. അവർക്ക് സ്റ്റഡി ലീവ് ആണെന്നും സ്കൂളിൽ പോകണ്ടെന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. കൃഷ്ണമോളെയെങ്കിലും നിങ്ങൾക്ക് കൂട്ടിന് വിളിക്കായിരുന്നില്ലേ? എങ്കിലൊരു അന്തസ്സുണ്ടായിരുന്നു. എനിക്ക് മനസ്സില്ലായിരുന്നു ആരെയും കൂടെ കൊണ്ടുപോകാൻ. എന്തുകൊണ്ടാണ് മനസ്സില്ലാത്തത്? ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ കള്ളക്കളി നടക്കില്ല. കുളത്തുപുഴയിൽ ഒരു റബ്ബർ കമ്പനിയിലാണ് അവൾക്ക് ജോലിയെന്ന് ഈ മക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവളെ ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പാർപ്പിച്ചിരിക്കുന്നത്? എന്നിട്ട് മാസത്തിലൊരു വിസിറ്റ് ക്ഷേമാന്വേഷണത്തിനാണത്രേ. വിളിച്ച ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി കഥകടച്ചു കഴിഞ്ഞാൽ പിന്നെ വിശദമായിട്ട് ക്ഷേമം അന്വേഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. വൈജയന്തി നിന്ന് ജ്വലിക്കുകയാണ്. മക്കളുടെ മുൻപിൽ വെച്ചായതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കടപ്പല്ല് ഞെരിച്ച് പിന്തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങി. വൈജയന്തി വിടാനുള്ള ഭാവമില്ല. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ ഓടിപ്പോകുന്നേ? നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. അവിടെ നിൽക്ക്. ഈ മക്കളുടെ മുൻപിൽ വെച്ച് തന്നെ നിങ്ങൾ പറയണം. അവർ കേൾക്കട്ടെ നിങ്ങളുടെ ന്യായങ്ങൾ. പ്രായപൂർത്തി വന്ന മക്കളാണിവർ. അവർക്കുമുണ്ട് സംശയങ്ങൾ. അതൊക്കെ തീർത്തു കൊടുക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അതേപടി വിഴുങ്ങാം. അലീനയുടെ സുഖവിവരം അറിയാൻ ഇരിക്കപ്പുറതിയില്ലാഞ്ഞതുകൊണ്ട് ക്ഷേമാന്വേഷണത്തിന് പോയി കണ്ടു, ആശ്വസിപ്പിച്ചു, ഒക്കെ ശരി. പക്ഷേ എന്തുകൊണ്ട് മക്കളിൽ ഒരാളെയെങ്കിലും നിങ്ങൾ കൂടെ കൊണ്ടുപോയില്ല? മക്കളുടെ പേര് പറയുമ്പോൾ അവളുടെ നാവിന്ന് തേനൊലിക്കുമായിരുന്നല്ലോ. ആ മക്കളെ കാണാൻ അവൾക്കില്ലേ ആഗ്രഹം? അതോ അച്ഛനെ മാത്രം കണ്ടാൽ മതിയോ? അതൊക്കെ പോട്ടെന്ന് വെക്കാം. എവിടെയാണ് ഈ അലീന? ആരുടെ കൂടെയാണ് അവളുടെ താമസം? എന്താണ് അവളുടെ അഡ്രസ്സ്? വൈജയന്തി ഒന്ന് നിർത്തി. ബബിതയുടെയും രോഹിത്തിന്റെയും കൃഷ്ണജിയുടെയും ചോദ്യഭാവത്തിലുള്ള നോട്ടം തൻ്റെ നേർക്ക് മെല്ലെ തിരിയുന്നത് ബാലചന്ദ്രമേനോൻ കണ്ടു. വീണ്ടും വൈജയന്തി ചോദിക്കുകയാണ്, വേറെ ഒന്നും വേണ്ട, അവളുടെ അഡ്രസ്സ് മാത്രം. അങ്ങനെ ഒരെണ്ണം ഇല്ലാതിരിക്കില്ലല്ലോ. എന്നോട് പറയണ്ട, ഈ മക്കളോട് പറഞ്ഞാൽ മതി. ഇതുവരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാത്രമല്ല, കൃഷ്ണമോള് അലീനയുടെ അടുത്ത് കെഞ്ചി ചോദിച്ചിട്ടുണ്ട് അവളുടെ അഡ്രസ്സ് എന്താണെന്ന്. അവളും അഡ്രസ്സ് പറയാതെ ഒളിച്ചു കളിച്ചു. അതിനി നടക്കില്ല. നിങ്ങൾ മാന്യനാണെങ്കിൽ, അന്തസ്സുള്ളവനാണെങ്കിൽ അലീന ജോലി ചെയ്യുന്ന വീടിൻ്റെയോ ഓഫീസിൻ്റെയോ കമ്പനിയുടെയോ പേരും അഡ്രസ്സും പറ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ബാലചന്ദ്രമേനോൻ ഒന്നും മിണ്ടാതെ നേരെ നടന്നു ചെന്ന് വാഷ് ബേസിന്റെ മുൻപിൽ നിന്ന് കൈയും വായും കഴുകി ടവലെടുത്ത് തുടച്ചു. ഒരു മറുപടി പ്രതീക്ഷിച്ചു വൈജയന്തിയും കുട്ടികളും നിശബ്ദരായിരിക്കുകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. ബാലചന്ദ്രമേനോൻ ഒരു വാക്കും മിണ്ടാതെ കോണിപ്പടി ചുവട്ടിലേക്ക് നടന്നു. കോണിപ്പടി കയറുമ്പോൾ അയാൾ കേട്ടു വൈജയന്തി മക്കളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ അച്ഛൻ്റെ തനിനിറം? അവളുടെ അഡ്രസ്സ് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ അതല്ല സംഗതി. ഒളിച്ചു കളി നടക്കണം, ആരും അറിയാതെ, എല്ലാവരെയും വെറും വിഡ്ഢികളാക്കിക്കൊണ്ട്. രോഹിത്ത് ഭക്ഷണം കഴിക്കുന്നത് പൂർത്തിയാക്കാതെ എഴുന്നേറ്റ് കൈ കഴുകി കോണിപ്പടി കയറി അവൻ്റെ മുറിയിലേക്ക് പോയി. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്ന് പാസേജ് ഇറങ്ങി. മുറികളിലെ ലൈറ്റുകളൊക്കെ അണഞ്ഞിരിക്കുകയാണ്. അമ്മയും ബബിതയും എല്ലാം ഉറങ്ങുവാൻ കിടന്നു കഴിഞ്ഞുവെന്ന് അവന് മനസ്സിലായി. അച്ഛൻ്റെ മുറിക്കുള്ളിൽ മാത്രം ലൈറ്റുണ്ട്. അച്ഛൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ 11:30 ആകുമെന്ന് അവനറിയാം. 2 ഷോപ്പുകളിലെയും അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം മാത്രമേ അച്ഛൻ കിടക്കാറുള്ളൂ. അച്ഛൻ കടയിലില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. രോഹിത്ത് ആ മുറിയുടെ നേർക്ക് അല്പനേരം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ച മട്ടിൽ വാതിക്കൽ ചെന്ന് മുട്ടി. ബാലചന്ദ്രമേനോൻ വന്ന് വാതിൽ തുറന്നു. രോഹിത്ത് മുൻപിൽ നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്തുപറ്റി? നീ ഉറങ്ങിയില്ലേ? ഉറങ്ങാൻ കിടന്നില്ല. അച്ഛൻ ബിസിയാണോ? കണക്കൊക്കെ നോക്കുക. എനിക്ക് അച്ഛനോട് ഇച്ചിരി സംസാരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ അപകടം മണത്തു. എന്ത് സംസാരിക്കാൻ? അച്ഛന് സമയമുണ്ടോയെന്ന് പറ. ആ ശരി, നീ കയറി വാ. രോഹിത്ത് മുറിയിലേക്ക് കയറി. ബാലചന്ദ്രമേനോൻ വാതിലടച്ചു കുറ്റിയിട്ടു. തിരികെ ചെന്ന് തൻ്റെ കസേരയിലിരുന്നു. രോഹിത്താകട്ടെ അച്ഛൻ്റെ മുൻപിൽ ചെന്ന് മേശവിളുമ്പിൽ തെരുപ്പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തെ അസ്വസ്ഥതയും മുറുക്കവും കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്രമേനോന് മനസ്സിലായി മുൻപൊരിക്കൽ മനുശങ്കർ മുന്നറിയിപ്പ് തന്ന വിഷമസന്ധിയുടെ മുൻപിലെത്തിയിരിക്കുകയാണെന്ന്. നിവർത്തിവെച്ചിരുന്ന കണക്ക് ബുക്കിന് മീതെ നിന്ന് അയാൾ കാൽക്കുലേറ്റർ എടുത്തു മാറ്റി. ബുക്കിൻ്റെ നടുവിലിരുന്ന പേനയെടുത്ത് ക്യാപ്പടച്ചു മേശവലിപ്പിലിട്ടു. കണക്ക് ബുക്ക് മടക്കി മേശപ്പുറത്തെ ഫയലുകൾക്ക് മീതെ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് കിടക്കയിൽ കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് തലയണകൾ അടുക്കി അതിൽ ചാരിയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അച്ഛനെ അമ്മ ചോദ്യം ചെയ്തത് ഞങ്ങളുടെ മുൻപിൽ വെച്ചായിരുന്നല്ലോ.
അച്ഛനും അലീന ചേച്ചിയും എപ്പോഴും ജയിച്ചു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇന്ന് അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അച്ഛൻ തോറ്റുപോയി. അച്ഛൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അച്ഛൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ, കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞു. അച്ഛൻ എന്തുകൊണ്ടാ ഞങ്ങളെ ആരെയും അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാ അലീന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അച്ഛനോട് പലവട്ടം ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ അച്ഛൻ എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞു. അത് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അലീന ചേച്ചിയും എത്ര ചോദിച്ചിട്ടും അഡ്രസ്സ് പറയുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ അതിന് സമയമായില്ല എന്ന് പറഞ്ഞ് പിന്മാറി. എന്താ അച്ഛാ ഇതിന് കാരണം? എന്നോട് പറയാമല്ലോ അലീന ചേച്ചി എവിടെയുണ്ടെന്ന്. ഞാൻ ആരുടെ അടുത്തും പറയില്ല. ഇനിയും അത് ഒളിച്ചു വെക്കുന്നത് മകനിൽ സംശയം വളർത്തുകയുള്ളൂ എന്ന് ബാലചന്ദ്രമേനോൻ ഊഹിച്ചു. ആ, നീ ഇവിടെ വന്നിരിക്കെ. അയാൾ കട്ടിലേക്ക് വിരൽ ചൂണ്ടി. രോഹിത് വന്ന് കട്ടിലിരുന്നു. ശരി, നിനക്കെന്താ അറിയേണ്ടത്? നീ ചോദിച്ചു. അച്ഛാ, അച്ഛനും അമ്മയും കൂടിയുള്ള ജീവിതം കൺമുമ്പിൽ കാണുന്നവരല്ലേ ഞങ്ങൾ. അലീന ചേച്ചി ഇവിടെ വരുന്നതിന് മുൻപും ഇപ്പോഴും അച്ഛനും അമ്മയും കൂടി ഇണക്കത്തിലായിരുന്നു ജീവിച്ചു പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അലീന ചേച്ചി ഈ വീട്ടിൽ വന്നതിന് ശേഷം അതിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടായി. അത് അമ്മയുടെ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചി വിട്ടുപോയി. വീട് വിട്ടുപോയിരുന്ന അമ്മ തിരികെ വരികയും ചെയ്തു. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം അത് പഴയ നിലയിലായിട്ടില്ല. അച്ഛൻ ഈ ബെഡ്റൂമിൽ, അമ്മ താഴെ മറ്റൊരു മുറിയിൽ. അച്ഛനിങ്ങനെ വേറിട്ട് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് ഭയങ്കര അമർഷവും ദുഃഖവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രോഹിത്തിന്റെ സംസാരം വളരെ ശാന്തതയോടും ബഹുമാനത്തോടെയുമായിരുന്നു. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ സമ്മതത്തോടു കൂടി പറയുകയാണ്. ആ, ജയന്തിക്ക് അമർഷമുണ്ടാവാം. എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അച്ഛാ. എന്തുകൊണ്ടാണ് അച്ഛൻ താഴേക്ക് വരാത്തത്? അലീന ചേച്ചിയുടെ അഡ്രസ്സ് ആര് ചോദിച്ചാലും എന്തുകൊണ്ടാണ് അച്ഛൻ കൊടുക്കാത്തത്? മോനെ, ഞങ്ങൾ തമ്മിൽ പഴയതുപോലൊരു ജീവിതം ഇനി സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ താഴേക്ക് വരാത്തത്. സാധ്യമല്ലാത്തത് കൊണ്ടോ? ഒരിക്കലും സാധ്യമല്ല. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അലീന ചേച്ചിയുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതെന്താണെന്ന് അച്ഛൻ എന്നോട് പറയാൻ പറ്റുമോ? പറയാം. ബാലചന്ദ്രമേനോൻ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമി. നിന്നെ വിശ്വസിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടും. പക്ഷേ നിന്റെ മനസ്സിൽ നിന്നും ഇത് പുറത്തു പോകരുത്. ആ ഉറപ്പ് നീ എനിക്ക് തരണം. ആ വാക്കുകൾ കേട്ടുകൊണ്ട് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയ രോഹിത്തിന് നേരിയ ഉൾഭയം തോന്നുവാൻ തുടങ്ങി. മഴ തോരും മുൻപേ അപാരമായ വഴിത്തിരിവുകളിലേക്ക് എത്തുവാൻ പോകുകയാണ്. പ്രേക്ഷകരെന്താണോ കാണുവാനും കേൾക്കുവാനും ആഗ്രഹിച്ചത് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനാൽ തന്നെ വരുവാൻ പോകുന്ന എപ്പിസോഡ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.